പാലക്കാടിന് പിന്നാലെ തൃശൂർ ജില്ലയിലും 40 ഡിഗ്രി സെൽഷ്യസ് പിന്നിടുകയാണ് താപനില. തൃശൂർ വെള്ളാനിക്കരയിൽ 40.3 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. കനത്ത ചൂടിൽ വലയുകയാണ് സംസ്ഥാനം. AV ജയശങ്കർ തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകും. ജയശങ്കർ, എന്താണ് പുതിയ വിവരങ്ങൾ? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്താണ് അറിയിക്കുന്നത്? തൃശ്ശൂർ, പാലക്കാട്, അതിന് പിന്നാലെ തൃശ്ശൂർ. അപ്പോൾ 40 ഡിഗ്രി എന്നത് പല ജില്ലകളിലെയും ഒരു ശരാശരി താപനിലയായി മാറുന്നു ഈ ദിവസങ്ങളിൽ എന്ന് വേണം നമ്മൾ ആശങ്കപ്പെടേണ്ടത്, അല്ലേ? വിജയകുമാർ, ഓരോ ദിവസം കഴിയുന്തോറും സംസ്ഥാനത്തെ ചൂട് അതിൻ്റെ ഉയർച്ചയിലേക്ക് കടക്കുകയാണ്. പാലക്കാടിന് പിന്നാലെ തൃശ്ശൂർ ജില്ലയിലും 40.ന് മുകളിൽ താപനില രേഖപ്പെടുത്തി. തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിയിൽ ഇന്ന് 40.3 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു താപനില ഇവിടെ സ്ഥിരീകരിച്ചത്. ജില്ലയിൽ സാധാരണ ലഭിക്കുന്നതിൻ്റെ 5.2% അധികം താപനിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. മറ്റു ജില്ലകളിലും സമാനമായി 38-39 ഡിഗ്രി സെൽഷ്യസ് താപനില ഇപ്പോഴും തുടരുന്നുണ്ട്. ഉച്ചയോടുകൂടി താപനിലയുടെ അളവ്, തോത് ഇനിയും ഉയരാനാണ് സാധ്യത. ഇന്ന് 12 ജില്ലകളിലാണ് താപനില മുന്നറിയിപ്പുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഉച്ച സമയത്ത് ഉൾപ്പെടെ പുറത്തിറങ്ങുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റൊരു ആശ്വാസകരമായ വാർത്ത, വരുന്ന 3 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. എന്തായാലും ഈ വേനൽ മഴ കാത്താണ് പലരും കഴിയുന്നത്. ചൂടിന് വലിയൊരു ആശ്വാസമാകുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മാസം അവസാനം വരെ ഈ ഉയർന്ന ചൂട് തുടരാൻ തന്നെയാണ് സംസ്ഥാനത്ത് സാധ്യത. അത്തരത്തിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ചിലപ്പോൾ വേനൽ മഴ പെയ്തേക്കാം, എങ്കിലും ചൂടുയരും. ഇപ്പോഴിതാ തൃശ്ശൂരിൽ ഇന്ന് 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂടെത്തിയിരിക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെ ശരാശരി 40 എന്ന നിലയിലേക്ക് പല ജില്ലകളിലും പകൽ താപനില ഉയരുന്നു എന്നത് അല്പം ആശങ്കപ്പെടുത്തുന്ന വിവരമാണ്. ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതാണ് ഈ ഘട്ടത്തിൽ നമുക്കും പറയാനുള്ളത്.